സുരേഷ് ഗോപി തൃശൂരിൽ കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയത്. നാളെ 8:45 നെടുമ്പാശ്ശേരിയിലാണ്. നമ്മളല്ല ചെയ്തത്, അത് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ. ആ വകുപ്പുകളിലേക്ക് MP എന്ന നിലയ്ക്ക് എനിക്ക് ഒരു കടന്നുകയറ്റത്തിന് സാധ്യതയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജോലി ചെയ്തത് മുഴുവൻ ശ്രീ ഡോക്ടർ S. ജയശങ്കറും അദ്ദേഹത്തിൻ്റെ MOSനെ ഉടനെ തന്നെ അയച്ചു. പ്രൈം മിനിസ്റ്റർ അവിടെ ഇരുന്ന് മുഴുവൻ അനലൈസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. അവിടുത്തെ നിയമപരമായ കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. Government officials saying that 24 Malayalis had died in Kuwait accident. Also, the member will increase the rates as a control member of the team. Kerala government saying that they will continue the Loga Kerala Sabha. See, it is their right. It is their right. We are not here to discuss what should be done or what should not be done. It is their prerogative. So they are also a government. The government of India is looking at the mishap as a huge disaster. In fact, if you check the economic history of the state pre-UAE period, you will understand the emotion of the government of India, which still continues through different governments, different polities which control the governments. It is continuing. The Pravasi is a jewel in the hearts of the people of India and also Kerala, because the quantum is huge. The density of presence in all of the foreign countries is huge. So we will have that care and concern. If the Kerala government decides, it's their decision. And it is the decision of the people of Kerala. When it is their decision, it is transacted as the decision of the people of Kerala. You have no right to question that. At least I don't have to. അപ്പോൾ സന്തോഷം. ഞാൻ നേരത്തെ തുടങ്ങിയത് തന്നെ, ഞാനല്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങളല്ലെങ്കിൽ പോലും നഷ്ടസ്വപ്നങ്ങൾക്ക് സാധ്യത അരുളുന്ന തരത്തിൽ അവരൊരു ദൃഢനിശ്ചയം എടുത്തെങ്കിൽ, ആ നിശ്ചയം എന്നിലേക്കാണ് എത്തിയതെങ്കിൽ അവരുടെ ഹൃദയങ്ങളാണ് പേറിക്കൊണ്ട് ഞാൻ ഇന്ന് വടക്കുംനാഥ സന്നിധിയിലെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിനെ എത്ര വാരി പുണർന്നാലും മതിയാവില്ല. ഈ തൃശ്ശൂരിനി എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് പ്രതിഷ്ഠ നേടിയിരിക്കുന്നത്. തൃശ്ശൂർ എൻ്റെ കിരീടവുമാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രസാദം പദ്ധതിയല്ല, ആർക്കിയോളജിയെ മുൻനിർത്തിക്കൊണ്ട് നിയമപരമായും ഘടനാപരമായും സാങ്കേതികപരമായും സാധ്യമാകുന്നത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ള രാജീവ് ചന്ദ്രശേഖർ, ശ്രീ വി മുരളീധരൻ, എന്നേക്കാൾ സീനിയറായ ശ്രീ ജോർജ് കുര്യൻ, എൻ്റെയൊക്കെ ഇടപെടൽ അത് വടക്കുംനാഥ ക്ഷേത്രത്തിന് മാത്രമല്ല, സ്പിരിച്വൽ ടൂറിസം എന്നത് ഇന്നലെ എനിക്ക് വന്നിട്ടുള്ള പ്രൈം മിനിസ്റ്ററുടെ നോട്ടിലും സ്പിരിച്വൽ ടൂറിസം എന്നതിന് മുന്തിയ പരിഗണന, ആയുഷ് ടൂറിസം അതിനും പ്രാഥമികമായ പരിഗണന. നമുക്ക് കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ പങ്കാളിത്തം വമ്പിച്ച നിലയിൽ വരികയാണെങ്കിൽ ഗുരുവായൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ, ചാവക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു കാലത്തും ഉപയോഗപ്രദമാവില്ല, ഉപയോഗശൂന്യമായി ഇങ്ങനെ